ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബൂസ്റ്റാണ്. അത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് പംകിൻ്റെ വിത്താണ്. അതിനെ നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ എല്ലാം പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ശരിക്കും നല്ല മൂത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് എള്ള് വറുത്തെടുക്കാം. എള്ള് ഇതുപോലെ കരിയാതെ മൂപ്പിച്ച് എടുക്കണം. ഇത് നല്ല മൂത്തിട്ടുണ്ട്. മണമൊക്കെ ഇത് വറുക്കുമ്പം നല്ല മൂത്ത് വരുമ്പോൾ ഒരു മണം വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഇറക്കിയെടുക്കാം. ഇത് അര ഗ്ലാസ് അണ്ടിപ്പരിപ്പ് അര ഗ്ലാസ് ബദാമും അര ഗ്ലാസ് കപ്പലണ്ടിയാണ്. ഇതിനെ അതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ബദാമും കപ്പലണ്ടിയും നല്ല അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലേ, നല്ല ചെറിയ ബ്രൗൺ കളറൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കതിനെ ഇറക്കാം. ഇത് തൊലി കളയാതെ എടുത്തതാണ് ഏറ്റവും നല്ലത്. ഇനി അതുപോലെ അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. എല്ലാം ഓരോ ഗ്ലാസ് വെച്ചാണ് എടുത്തത്. എല്ലാം അല്ല, അണ്ടിപ്പരിപ്പും ബദാമും ഒരു ഗ്ലാസ് വെച്ചെടുത്ത്, ബാക്കിയെല്ലാം അര ഗ്ലാസ് വെച്ചിട്ട്. അങ്ങനെ അണ്ടിപ്പരിപ്പും മൂത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അര ഗ്ലാസ് പയറ് പരിപ്പാണിത്. ഇത് തോടുള്ളത് കിട്ടുമെങ്കിൽ അതായാലും നല്ലത്. ഞങ്ങൾക്കിവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത് കിട്ടിയപ്പോൾ ഇത് വാങ്ങിയത്. ഇതും അതുപോലെ വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പയറും മൂത്തിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും പയറും നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് ഇതുപോലെ വറുത്തെടുക്കണം. ഗോതമ്പ് മാവ് എപ്പോഴും ചെറിയ തീയിൽ വെച്ച് വറുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. ആദ്യമായിട്ട് നമ്മൾ എള്ള് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അടുത്ത് നമ്മൾ പംകിൻ സീഡും ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇതുപോലെ എല്ലാം നമ്മൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. പൊടിച്ചെടുത്ത് ഒരുമിച്ച് ചേർക്കണം. എന്നിട്ട് ബാക്കി കാണിക്കാം. ഓരോന്നും ഇങ്ങനെ പൊടിച്ച് നമ്മൾ അരിച്ചെടുക്കണം. അരിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കിട്ടും, അതങ്ങ് കളയാം. അങ്ങനെ നമ്മളിപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം. ഇത് പൊടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ കപ്പലണ്ടിയും ബദാമും, പ്രത്യേകിച്ച് കപ്പലണ്ടിയും ബദാമും, അത് പൊടിക്കുമ്പോൾ പെട്ടെന്ന് ഈ എണ്ണ വന്നിട്ട് കട്ടി പിടിച്ചു. അതുകൊണ്ട് നിർത്തി പൊടിച്ചെടുക്കണം. പിന്നെ എല്ലാം ചേർത്ത് ഇപ്പോൾ ഈ പൊടിച്ച സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് അരിച്ച് ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ചൂടുണ്ട്, അതുകൊണ്ട് നമുക്കിത് നല്ല തണുക്കണത് വരെ മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് കക്കാവോ എന്ന് പറയുന്നത് കൊക്കോ പൗഡർ. ഒരു ഗ്ലാസ് കൊക്കോ പൗഡർ. ഞാൻ പഞ്ചസാര ഇല്ലാത്തതാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു ഗ്ലാസ് പാൽപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും അതിൽ മിക്സ് ആക്കണം. ഇത് പഞ്ചസാര ഇല്ലാത്തതാണ്. ഒരു ഗ്ലാസ് പാൽപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ എല്ലാം ഒന്നുപോലെ മിക്സായി കിട്ടും. ഇതിൽ ഒരു അര ഗ്ലാസ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ പഞ്ചസാര ഇടാതെ മാറ്റി വെച്ച്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1-1.5 ഗ്ലാസ് പഞ്ചസാര വേണം. ഇതിപ്പോൾ അര ഗ്ലാസ് പഞ്ചസാര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഷുഗർ ഇട്ടുണ്ടാക്കിയത്, ഇത് ഷുഗർ ഇല്ലാതെ ഉണ്ടാക്കിയത്. ഉണ്ടല്ലേ, വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരുപാട് നമുക്ക് ഉണ്ടാക്കി കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം. താങ്ക് യു.